തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ രചിച്ച് കോതമംഗലം സ്വദേശികൾ. കാടി പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം കിളച്ചൊരുക്കി മാത്യുവും ജോഷിയും കൃഷി ചെയ്ത തണ്ണിമത്തൻ 100 മേനി വിളവെടുത്തു. കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി CD, മാത്യു NJ എന്നിവർ ചേർന്ന് കോതമംഗലം മലയിൻകീഴിന് സമീപം 2 ഏക്കർ പാടത്താണ് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കിരൺ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം കിളച്ചൊരുക്കിയാണ് കൃഷി ഇറക്കിയത്. ജോഷിയും മാത്യുവും മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണെങ്കിലും ആദ്യമായി തണ്ണിമത്തൻ കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുകയായിരുന്നു. ജൈവ രീതിയിലുള്ള കൃഷിയാണ് സ്വീകരിച്ചത്. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് ചെയ്യുന്നത്. മലയിൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകമായി ഒരുക്കിയ സ്റ്റാളിൽ തണ്ണിമത്തനുകൾ വിറ്റഴിക്കുകയാണ് ജോഷിയും മാത്യുവും. പ്രകൃതിദത്ത രുചിയും നിറവുമുള്ള വിഷരഹിതമായ തണ്ണിമത്തനുകൾ വാങ്ങാൻ ധാരാളം ആളുകളും എത്തുന്നുണ്ട്. കാർഷിക രംഗത്ത് മുന്നോട്ടു പോകാൻ പച്ചക്കറി, വാഴ തുടങ്ങിയവയും കൃഷി ചെയ്യാനാണ് ഇവരുടെ അടുത്ത ലക്ഷ്യമെന്ന് കർഷകനായ ജോഷി പറഞ്ഞു. സമീപകാലത്താണ് ഞങ്ങൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഈ പാടത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇടകൃഷികളായ തണ്ണിമത്തൻ, ചീര അങ്ങനെയുള്ള കൃഷികളും നേന്ത്രവാഴ കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.